ഭഗത്തിന്റെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരമുണ്ട്. 2001 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരം. 3 കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത്. ക്രിക്കറ്റ് എന്നല്ല ഒരു വിനോദത്തിലും താല്പര്യമില്ലാത്ത ഗോവിന്ദ് പട്ടേൽ എന്ന കഥാനായകൻ, ക്രിക്കറ്റിനെ ജീവനേക്കാളേറെ സ്നേഹിച്ച ഇഷാൻ ഭട്ട് എന്ന ചെറുപ്പക്കാരൻ, ഇരുവരുടെയും സുഹൃത്ത് ഓമി. ഈ കഥാപാത്രങ്ങളുടെ ചെറുപ്പകാലത്താണ് സ്റ്റീവോയുടെ ഓസ്ട്രേലിയൻ ടീം ഇന്ത്യയിലേക്ക് എത്തിയത്. മത്സരങ്ങൾ വിജയിക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കുന്ന ഓസ്ട്രേലിയൻ ടീം മാത്യു ഹെയ്ഡൻ, ജസ്റ്റിൻ ലാംഗർ, മാർക്ക് വോ, സ്റ്റീവ് വോ, റിക്കി പോണ്ടിംഗ്, ആദം ഗിൽക്രിസ്റ്റ്, ഷെയ്ൻ വോൺ, ഗ്ലെൻ മെക്രാത്ത്, ഈ പേരുകൾ കേട്ടാൽ പോലും ക്രിക്കറ്റ് ലോകം അന്ന് ഭയന്ന് വിറയ്ക്കുമായിരുന്നു. 3 ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ മത്സരത്തിന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം വേദിയായി. സൗരവ് ഗാംഗുലിയുടെ ഇന്ത്യൻ സംഘം നിരുപാധികം കീഴടങ്ങി. തുടർച്ചയായി 16 ടെസ്റ്റ് മത്സരങ്ങളിൽ വിജയമെന്ന റെക്കോർഡ് സ്റ്റീവ് വോയുടെ ഓസീസ് സ്വന്തമാക്കി. രണ്ടാം ടെസ്റ്റ് നടക്കുന്നത് കൊൽക്കത്തയിലാണ്. പരമ്പര കൈവിട്ടു പോകാതിരിക്കാൻ തോൽവി ഒഴിവാക്കേണ്ടതുണ്ട്. അന്നത്തെ ഓസ്ട്രേലിയൻ ടീമിനെതിരെ അത്രയൊക്കെ ആഗ്രഹിക്കാനേ ഇന്ത്യക്ക് കഴിയുമായിരുന്നുള്ളൂ. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയ നന്നായി തുടങ്ങി. മൈക്കൽ സ്ലേറ്ററും മാത്യു ഹെയ്ഡനും ജസ്റ്റിൻ ലാംഗറും ഉഗ്രൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. 1 വിക്കറ്റിന് 193 റൺസ് എന്ന ശക്തമായ നിലയിലായി ഓസീസ്. സൗരവ് ഗാംഗുലി ഹർഭജൻ സിംഗിനെ പന്തേൽപ്പിച്ചു. പഞ്ചാബിൽ നിന്നുള്ള ആ ഓഫ് സ്പിന്നറുടെ കരിയറിന്റെ ടേണിംഗ് പോയിന്റ് അവിടെ തുടങ്ങുകയായിരുന്നു. മാത്യു ഹെയ്ഡനെ വീഴ്ത്തിയാണ് തുടങ്ങിയത്. അടുത്ത ഇര മാർക്ക് വോ, പിന്നെ പോണ്ടിങ്ങിനെയും ഗിൽക്രിസ്റ്റിനെയും ബോണിനെയും പുറത്താക്കി. ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ രണ്ടാമത്തെ ഹാട്രിക് നേട്ടം ഹർഭജൻ സ്വന്തമാക്കി. 1-ന് 193 നിന്നും 8-ന് 269 ഓസീസ് സംഘം കൂപ്പുകുത്തി. മത്സരം കണ്ട നമ്മുടെ കഥാനായകൻ ഇഷാൻ പറഞ്ഞു, ഈ ഹർഭജൻ ആളൊരു പ്രതിഭാസം തന്നെ. പക്ഷേ മത്സരത്തിന്റെ ആവേശം അവിടെ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ക്രീസിൽ നിലയുറപ്പിച്ച ക്യാപ്റ്റൻ സ്റ്റീവോ ഓസ്ട്രേലിയൻ സ്കോർ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഹർഭജൻ വീണ്ടും എത്തി. സ്റ്റീവോയെ പുറത്താക്കി. പക്ഷേ അപ്പോഴേക്കും ഓസ്ട്രേലിയൻ സ്കോർ 445-ലെത്തിയിരുന്നു. ഇന്ത്യ ബാറ്റിംഗിനിറങ്ങി. ആദ്യ റൺസ് എടുക്കും മുൻപേ സദഗോപൻ രമേശ് ബാറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. പിന്നെ ചീട്ടുകൊട്ടാരം പോലെ ഇന്ത്യൻ നിര തകർന്നടിഞ്ഞു. വെറും 171 റൺസാണ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത്. ഓസ്ട്രേലിയക്കാൾ 274 റൺസിന് ഇന്ത്യ പിന്നിലായി. ഇതോടെ സ്റ്റീവോ ഇന്ത്യയെ ഫോളോ ഓണിന് അയച്ചു. അപ്പോൾ കഥാനായകൻ ഗോവിന്ദ് പട്ടേൽ ചോദിച്ചു, തോൽക്കുമെന്ന് വ്യക്തമായ മത്സരം ഇങ്ങനെ കാണുന്നത് എന്തിനാണ്? തോൽവി ഭാരം കൊണ്ട് തലകുനിച്ച് മടങ്ങുന്ന ഇന്ത്യൻ ടീമിനെ തനിക്ക് കാണണമെന്ന് ഇഷാൻ മറുപടി നൽകി. ഒരു സമനില പോലും നേടാമെന്ന് ആരാധകർക്ക് പ്രതീക്ഷയില്ല. രണ്ടാം ഇന്നിംഗ്സിനിറങ്ങിയ ഇന്ത്യൻ ടീമിൽ ഒരു മാറ്റം വരുത്തി. 3-ാം നമ്പറിൽ നിന്ന് രാഹുൽ ദ്രാവിഡിനെ 6-ാം നമ്പറിലേക്ക് മാറ്റി. പകരം VVS ലക്ഷ്മൺ 3-ാമതെത്തി. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ നന്നായി ബാറ്റ് ചെയ്തപ്പോഴും മുന്നിൽ ഒരു ഹിമാലയൻ ടോട്ടൽ വേണമായിരുന്നു. 6-ാമനായി ക്രീസിലെത്തിയ ദ്രാവിഡിനോട് സ്റ്റീവോ ചോദിച്ചു, കഴിഞ്ഞ ഇന്നിംഗ്സിൽ 3-ാമനായിരുന്ന താങ്കൾ ഇപ്പോൾ 6-ാമനായി, അടുത്ത ഇന്നിംഗ്സിൽ 12-ാമനാകുമോ? വോയുടെ ഈ ചോദ്യത്തോട് ദ്രാവിഡ് പ്രതികരിച്ചില്ല. ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധിക്കാനായിരുന്നു ദ്രാവിഡിന്റെ തീരുമാനം. പിന്നെ ലക്ഷ്മണും ദ്രാവിഡും ചേർന്ന് ഉയർത്തിയത് 376 റൺസിന്റെ കൂട്ടുകെട്ടാണ്. ലക്ഷ്മൺ 281 റൺസും ദ്രാവിഡ് 180 റൺസും എടുത്തു. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ പട്ടികയിൽ ലക്ഷ്മൺ ഇടം പിടിച്ചത് ഈ ഇന്നിംഗ്സിലൂടെയാണ്. മത്സരത്തിന്റെ അവസാന ദിനം രാവിലെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തത്. 4-ാം ദിവസം തന്നെ പരാജയപ്പെടുമെന്ന് കരുതി ബാഗ് പാക്ക് ചെയ്ത് വിമാനത്താവളത്തിലേക്ക് അയച്ചിരുന്നതായി ടീമിൽ അംഗമായിരുന്ന ഹേമാങ് ബദാനി പിന്നീടൊരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. 5-ാം ദിവസം സമനില നേടുമെന്ന് ഇന്ത്യൻ ആരാധകർ ഉറപ്പിച്ചിരുന്നു. അവസാന ദിവസത്തിന്റെ ഭൂരിഭാഗവും കഴിഞ്ഞപ്പോൾ മത്സരം സമനിലയിലേക്ക് നീങ്ങി. എന്നാൽ അവസാന സെഷനിൽ കളി മാറി. ഹർഭജൻ വീണ്ടും ആഞ്ഞടിച്ചു. 6 ഓസ്ട്രേലിയൻ താരങ്ങളെയാണ് ഹർഭജൻ ഒറ്റയ്ക്ക് വീഴ്ത്തിയത്. മത്സരത്തിലാകെ 13 വിക്കറ്റുകൾ, 171 റൺസിന്റെ തകർപ്പൻ ജയം ഇന്ത്യ സ്വന്തമാക്കി. അപ്പോൾ ചരിത്ര വിജയത്തിന്റെ ആഘോഷത്തിലായിരുന്നു ചേതൻ ഭഗത്തിന്റെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫിലെ ഇഷാൻ. ക്രിക്കറ്റ് അറിയാതിരുന്ന ഗോവിന്ദ് പട്ടേലും ആവേശത്തിലായി. ലോകത്തിലെ തന്നെ 1-ാം നമ്പർ ടീമിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ടീം. അന്നു മുതൽ ഇന്ത്യൻ ടീമിന്റെ ഐഡന്റിറ്റി അങ്ങനെയായി മാറി. സൗരവ് ഗാംഗുലിയിലെ ക്യാപ്റ്റനെ ക്രിക്കറ്റ് ലോകം അടയാളപ്പെടുത്തി തുടങ്ങിയത് അന്നു മുതലാണ്. ആ ചരിത്ര വിജയത്തിന് ഇന്ന് 24 വർഷം പിന്നിടുകയാണ്. The long 24 years, the glorious history of Indian cricket.